ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അരനൂറ്റാണ്ട്. സംവിധാൻ ഹത്യാ ദിവസിനോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ പരിപാടികൾ. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വിക്ഷേപിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. വെടിനിർത്തലിനെ ഇരു രാജ്യങ്ങളും പൂർണ്ണമായും മാനിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട്ടിൽ കനത്ത മഴ തുടരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നത്തേക്ക് അരനൂറ്റാണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലായി രാജ്യം ഈ ദിവസം സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നവർക്കുള്ള ആദരവായാണ് ദിനാചരണം. 1975 ജൂൺ 25-നാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് കേസിൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. 21 മാസം നീണ്ട അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെയടക്കം ജയിലിലടച്ചതിനു പുറമെ പത്രസ്വാതന്ത്ര്യമടക്കം രാജ്യത്ത് നിഷേധിക്കപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട ദിനങ്ങളായാണ് അടിയന്തരാവസ്ഥയെ ചരിത്രം വിലയിരുത്തുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേർ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരുമിച്ച് പോരാടിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന പുസ്തകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശ്രീ മോദി നടത്തിയ പ്രവർത്തനങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ തന്റെ ജീവിതയാത്രയാണ് പുസ്തകത്തിലുള്ളതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യം ചവിട്ടിമെതിക്കപ്പെടുകയും ജുഡീഷ്യറിക്ക് വിലങ്ങണിയിക്കുകയും ചെയ്ത അനീതിയുടെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതുതലമുറ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും ജനാധിപത്യത്തിനു വേണ്ടി പോരാടിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. अपने परिवार का सब कुछ नष्ट कर कई लोगों के जीवन के कैरियर समाप्त हो गए और वो लड़ाई ने भारत के अंदर लोकतंत्र को जीवित रखा और आज हम दुनिया का सबसे बड़ा लोकतंत्र बनकर आज विश्व के सामने सम्मान के साथ खड़े हैं. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ ജനങ്ങൾ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുന്നതിൽ നിർണായക സംഭാവനകളാണ് നൽകിയതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥ കാലമെന്ന് കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നഡ്ഡ പറഞ്ഞു. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4 ദൌത്യത്തിന് തുടക്കമായി. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01-നായിരുന്നു വിക്ഷേപണം. നാളെ വൈകുന്നേരം ആക്സിയം 4 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുമെന്ന് ISRO വ്യക്തമാക്കി. സാങ്കേതിക കാരണങ്ങളാൽ 5 തവണയാണ് ആക്സിയം ദൌത്യം മാറ്റിവച്ചത്. നാസ, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ 14 ദിവസത്തെ സംയുക്ത ബഹിരാകാശ ദൌത്യമാണ് ആക്സിയം 4. ദൌത്യത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശുഭാൻഷു ശുക്ല പറഞ്ഞു. The way this worked out for me was that probably a week before we arrived at Axiom was the time I came to know that I will be going. I was extremely excited to be here. I was very, very happy because this was a possibility for me to actually fly to space. You don't know how to respond to such things. ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നിമിഷമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ISROയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സഹകരണം ഇന്ത്യയെ ബഹിരാകാശ രംഗത്തെ മുൻനിര രാഷ്ട്രമാക്കിയതായും അദ്ദേഹം പറഞ്ഞു.
ചൈനയിലെ കിങ്ദാവോയിൽ ഇന്ന് ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഭീകരത ഇല്ലാതാക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾക്കും ആഹ്വാനം നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ഷാങ്ഹായ് രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയും ഖത്തറും വഹിച്ച പങ്കിനെയും ഇന്ത്യ പ്രശംസിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും വെടിനിർത്തലിനെ പൂർണ്ണമായി മാനിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നതായി ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ചെന്നും ട്രംപ് വിമർശനമുയർത്തി. ഇറാനിൽ ബോംബുകൾ വർഷിക്കരുതെന്ന് ഇസ്രായേലിന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പാലിക്കുന്നിടത്തോളം ഇറാനും കരാറിനെ മാനിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയൻ പറഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. മേഖലയിൽ വ്യോമഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 818 ഇന്ത്യക്കാർ ഇസ്രയേലിൽ നിന്നും മടങ്ങിയെത്തി. വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്ന് രാവിലെ എത്തിയ 224 ഇന്ത്യക്കാരെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ സ്വീകരിച്ചു. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പരിഗണന നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് 2 അമേരിക്കൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക ആക്രമണത്തെ താഴ്ത്തിക്കെട്ടാനാണ് മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നതെന്ന് ട്രംപ് വിമർശിച്ചു. വയനാട്ടിൽ അതിശക്തമായ മഴ. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയം. പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറക്കല്ലുകളും ഒഴുകിയെത്തി. അട്ടമല പ്രദേശത്ത് റോഡിൽ വെള്ളം കയറിയതോടെ നിരവധി തൊഴിലാളികൾ ഒറ്റപ്പെട്ടു. ജില്ലാ ഭരണകൂടം അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പിന്റെ വാഹനം തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെയും ശമനമില്ല. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയം. ചൂരൽമല പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറകളും ഒഴുകി താഴെയെത്തി. അട്ടമല പ്രദേശത്തെ റോഡിൽ വെള്ളം കയറിയതോടെ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളികളെ അല്പം മുൻപ് രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രിയിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് സംശയം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. അതേസമയം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വാഹനവും തടഞ്ഞുവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് വയനാട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി 47 തീർത്ഥാടകരുടെ 2ാം സംഘം ഇന്ന് രാവിലെ യാത്ര തിരിച്ചു. യാത്ര സുഗമമാക്കുന്നതിന് സിക്കിം സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജാവലിൻ ത്രോ താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ നീരജ് ചോപ്രയ്ക്ക് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് മീറ്റിൽ കിരീടം. ചെക്ക് റിപ്പബ്ലിക്കിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 85.29 മീറ്റർ എറിഞ്ഞാണ് നീരജ് സ്വർണം നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അരനൂറ്റാണ്ട്. സംവിധാൻ ഹത്യാ ദിവസിനോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ പരിപാടികൾ. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വിക്ഷേപിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. വെടിനിർത്തലിനെ ഇരു രാജ്യങ്ങളും പൂർണ്ണമായും മാനിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ.
കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട്ടിൽ കനത്ത മഴ തുടരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.